ഹലോ, ഓഡിബിൾ ആവുന്നില്ല നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ. സോ മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ? ഫിഫ്ത്ത് മൊഡ്യൂള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ എല്ലാവരും? കമ്പ്യൂട്ടർ എത്തിക്സും ബിസിനസ് എത്തിക്സും എൻവയോൺമെന്റൽ എത്തിക്സും ഒക്കെ മറന്നുപോയോ? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? മറന്നുപോയോ എല്ലാവരും? ഓക്കെ. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യു ക്യാൻ സീ ഹിയർ മാനേജിങ് കോൺഫ്ലിക്ട്സ്. ഓക്കെ. സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിനീയേഴ്സ് ആസ് മാനേജേഴ്സ് എന്നുള്ള ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ദാറ്റ് ഈസ് ഇപ്പം നിങ്ങൾ എഞ്ചിനീയർ എന്നുള്ള ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾ മാനേജീരിയൽ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഒരു മാനേജറായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെയുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എഞ്ചിനീയേഴ്സ് ആസ് മാനേജേഴ്സിന്റെ സെക്ഷനിൽ അല്ലേ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാനേജിങ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ്. ഐ തിങ്ക് കോൺഫ്ലിക്ട്സിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഫോർത്ത് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ? എന്താണ് കോൺഫ്ലിക്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെയാണ് കോൺഫ്ലിക്ട് ഉണ്ടാവുന്നുള്ള കാര്യം അല്ലേ? സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാനേജറിയൽ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുക, അതല്ല അതിനെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ നമുക്ക് നോക്കാം. A conflict is a result of differences in opinions. Conflicts generally arise when the work is shared among more than one members. In solving conflicts, force should not be resorted. In fact, the conflict situations should be tolerated, understood, and resolved by participation by all the concerned. ഓക്കെ. സോ എന്താണ് കോൺഫ്ലിക്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ? ദാറ്റ് ഈസ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫേമിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന എനി കൈൻഡ് ഓഫ് ഇഷ്യൂന് അല്ലെ എനി കൈൻഡ് ഓഫ് പ്രോബ്ലത്തിന് നമുക്ക് എന്ത് പറയാം, ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് നമുക്ക് ടേം ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ആക്ച്വലി എന്താണത്? ഡിഫറൻസസ് ഇൻ ഒപ്പീനിയൻസ് ആണ് അല്ലേ? ഇപ്പൊ നമ്മളൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. എംപ്ലോയർ ആയാലും അല്ലെങ്കിൽ എംപ്ലോയീസ് ആയാലും ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒബ്വിയസ് ആയിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പൊ ഒപ്പീനിയൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിട്ടാണ് ഈ കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ഒരു കാര്യം എറൈസ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് കോൺഫ്ലിക്ട് ഉണ്ടാവുക അല്ലെ? സോ അത് ഏതൊരു കമ്പനി എടുത്ത് നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. കോൺഫ്ലിക്ട് ദാറ്റ് ഈസ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അപ്പോ ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിനെ സോൾവ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ആ സോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരിക്കലും നമ്മൾ ഫോഴ്സ്ഫുള്ളി ആയിരിക്കരുത് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു പെർട്ടിക്കുലർ കോൺഫ്ലിക്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തായിട്ടും സോൾവ് ചെയ്യണം അല്ലെങ്കിൽ റിസോൾവ് ചെയ്യേണ്ടതിന് അല്ലെ? അപ്പൊ അതിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ഫോഴ്സ്ഫുൾ മെന്റാലിറ്റിയോട് കൂടെ നമ്മൾ ഒരിക്കലും അതിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ഇൻഫാക്ട് നമ്മൾ എങ്ങനെയായിരിക്കണം അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ആ ഒരു അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ടോളറൻസും ആ ഒരു കറക്റ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വെച്ചിട്ടായിരിക്കണം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കോൺഫ്ലിക്റ്റിനെ എപ്പോഴും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ. അല്ലെങ്കിൽ ആ ഒരു റിസോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് വേണം? ടോളറൻസും അണ്ടർസ്റ്റാൻഡിങ്ങും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അത് റിസോൾവ് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയോട് കൂടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റിനെ നമ്മൾ ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ. സോ ഈ ഒരു സെക്ഷനിൽ നമുക്ക് എന്താ നോക്കാനുള്ളത്? നിങ്ങൾക്ക് സിലബസിൽ എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു, നമ്മളിപ്പം എഞ്ചിനീയേഴ്സ് ആസ് മാനേജേഴ്സിൽ ഒരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതായത് നിങ്ങൾ എന്ത് ചെയ്യും? പ്രൊമോട്ടായി നിങ്ങൾ മാനേജർ പോസ്റ്റിലേക്ക് നിങ്ങൾ ഒരു ടൈമിൽ നിങ്ങൾ എത്തും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു മാനേജർ പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ടല്ലേ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യം. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ദ കോൺഫ്ലിക്ട് ഇൻ കേസ് ഓഫ് പ്രൊജക്ട് മാനേജേഴ്സ് അറൈസ് ഇൻ ദി ഫോളോയിങ് മാനേജർ.
എന്തൊക്കെയാണ് ഒരു മാനേജർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്താണ്, ആൻഡ് അതുപോലെ എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺഫ്ലിക്ട്സ് ബേസ്ഡ് ഓൺ ഷെഡ്യൂൾസ്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് വാരിയസ് ലെവൽസ് ഓഫ് എക്സിക്യൂഷൻ, പ്രയോറിറ്റി ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഈച്ച് ലെവൽ. ഓക്കെ, അപ്പൊ അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പം ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവിടെ പല ലെവലിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതിപ്പോ എന്താണ്, ഇപ്പം നോളജിന്റെ ബേസിൽ പല ലെവലിലെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പെർഫോമൻസിന്റെ ബേസിൽ പല ലെവലിലെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ, എബിലിറ്റി ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിൽ നോക്കുകയാണെങ്കിലും ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അതായത് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഡിഫറൻസസ് ഉണ്ടാവും അല്ലെ. അതായത് പല ലെവലിലുള്ള ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല ലെവലിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഓരോരാളും ഓരോ കാര്യത്തിന് അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓരോരാളും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നതും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. കാരണം ഓരോരാളും അവരുടേതായിട്ടുള്ള രീതിയിലല്ലേ അതിനെ അപ്രോച്ച് ചെയ്യും അല്ലെ. അപ്പോൾ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് നല്ല രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യും. നേരെ മറിച്ച് കുറച്ച് ലിമിറ്റേഷൻസ്, കുറച്ച് എഫിഷ്യൻസി കുറവില്ല ആ ഒരു ലെവലിലെ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ രീതിയിലായിട്ടേ അതിനെ കംപ്ലീറ്റ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അതിന് അതിനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. സോ ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ലെവൽസിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറെന്റ് രീതിയിലുള്ള കോൺഫ്ലിക്റ്റും ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഈ ടൈപ്പ് ഓഫ് ഈ ലെവൽസിന് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന പ്രോബ്ലംസ്, അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു കമ്പനിയിൽ തന്നെ പല രീതിയിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യില്ല, നിങ്ങൾ ജസ്റ്റ് സപ്പോസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ അതുമായിട്ട് റിലേറ്റ് ആയിട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പം ചില ആൾക്കാർ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യും ഒരു വർക്ക് കൊടുത്താൽ, ചില ആൾക്കാർ എന്ത് ചെയ്യും, കുറച്ച് മോശമായിട്ടായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നല്ലതായിട്ട് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ചിലപ്പോൾ കുറച്ച് അധികം പ്രയോറിറ്റി കൊടുത്തേക്കാം അല്ലെ. ഒബ്വിയസ് ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം. ഒരു മാനേജർ എന്ന നിലയിൽ നിങ്ങളിപ്പം ജസ്റ്റ് ഒരു എഞ്ചിനീയർ എംപ്ലോയി എന്നുള്ള രീതിയിലല്ല നമ്മളിപ്പോൾ നോക്കുന്നത്. എഞ്ചിനീയേഴ്സ് ആസ് മാനേജേഴ്സ് എന്നുള്ള ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു അല്ലേ. അതായത് നിങ്ങൾ മാനേജർ പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആസ് എ മാനേജർ നിങ്ങൾ എന്ത് മാത്രമായിരിക്കും നോക്കുക, ആരാണോ പെർഫെക്റ്റ് ആയിട്ട് ആ കൊടുത്ത വർക്ക് എക്സിക്യൂട്ട് ചെയ്ത് അവർക്കാണ് നിങ്ങൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക അല്ലെ. നേരെ മറിച്ച് മോശമായിട്ടുള്ള ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റി കുറച്ചേ നിങ്ങൾ കൊടുക്കുള്ളൂ. സോ അങ്ങനെ ആ ഒരു പ്രയോറിറ്റിന്റെയും ഈ ലെവൽസിന്റെ ഒക്കെ ബേസിസിൽ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ്, അതിനെയാണ് നമ്മൾ കോൺഫ്ലിക്ട്സ് ബേസ്ഡ് ഓൺ ഷെഡ്യൂൾസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആസ് എ മാനേജർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ പറയുന്ന കാര്യങ്ങൾ? ആസ് എ മാനേജർ എന്തൊക്കെ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതെന്താ ഉദ്ദേശിക്കുന്നത്, കോൺഫ്ലിക്ട് ബേസ്ഡ് ഓൺ ഷെഡ്യൂൾസ് ആണ്. അതായത് ഡിഫറെന്റ് ലെവലിലുള്ള ആൾക്കാർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓരോരാൾ ചെയ്യുന്ന വർക്കും അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എറൈസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, അതാണ് കോൺഫ്ലിക്ട്സ് ബേസ്ഡ് ഓൺ ഷെഡ്യൂൾസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതാണ് ഒരു ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആസ് എ മാനേജർ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്. ക്ലിയർ ആവുന്നില്ല പറയുന്ന കാര്യങ്ങൾ? Okay. Then the second one is conflicts arising out of fixing the priority to different projects or departments. This is to be arrived at from the end requirements and it may change from time to time. അത് നമ്മൾ ആദ്യം പറഞ്ഞതുമായിട്ട് ഓൾമോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫേം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു എന്താണ് ഡിസൈനിങ് അല്ലെങ്കിൽ എന്താണ് ഒരു നോർമൽ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ തന്നെ പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ലേ. അതായത് ഇന്ന വർക്ക് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അതുപോലെ വേറൊരു വർക്ക് ചെയ്യാൻ കുറച്ച് ആൾക്കാർ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു ആൾക്കാരുടെ സെക്ഷൻ ആയിരിക്കും, അതുപോലെ അതിന്റെ കറക്റ്റായിട്ടുള്ള എക്സിക്യൂഷൻ എന്ന് പറയുന്നത് വേറെ കുറച്ച് ആൾക്കാരുടെ സെക്ഷൻ ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒരു കമ്പനിയിൽ തന്നെ പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് വരുമ്പം
അങ്ങനെ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെർട്ടൈൻ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പം ചില ആൾക്കാരുടെ വർക്ക് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും, ചില ആൾക്കാരുടെ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. സോ അങ്ങനെ ഇന്റർറിലേറ്റഡ് ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഡീൽ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആസ് എ മാനേജർ എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. സോ അതാണ് ആ ഒരു രണ്ടാമത്തെ കേസ് ആക്ച്വലി മീൻ ചെയ്യുന്നത്. കോൺഫ്ലിക്ട് അറൈസിങ് ഔട്ട് ഓഫ് ഫിക്സിംഗ് ദി പ്രയോറിറ്റി ടു ഡിഫറെന്റ് പ്രോജക്ട്സ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് പ്രയോറിറ്റി കൊടുക്കാനുള്ളത് ആരാണ് തീരുമാനിക്കുക? മാനേജറാണ് അവിടെ അത് ഡിസൈഡ് ചെയ്യുക അല്ലെ. സോ ഇങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ്, അതാണ് ആ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ, കോൺഫ്ലിക്ട് ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് പേഴ്സണൽ. ഓക്കെ, സോ എന്താ മീൻ ചെയ്യുന്നത്? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ പേഴ്സണൽ എന്ന് പറയും അല്ലെ. സോ കോൺഫ്ലിക്ട് ബേസ്ഡ് ഓൺ ദി അവൈലബിലിറ്റി ഓഫ് പേഴ്സണൽ, നമ്മുടെ എംപ്ലോയീസിന്റെ ഇൻഅവൈലബിലിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ്, അതാണ് ആ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചിലപ്പോൾ എംപ്ലോയീസ് ഉണ്ടാവില്ല ചില ടൈമിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രൊജക്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഇൻഅവൈലബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആ പ്രൊജക്റ്റിനെ അത് നല്ല രീതിയിൽ ഇഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലിന്റെ അവൈലബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് കോൺഫ്ലിക്ട് ബേസ്ഡ് ഓൺ ദി അവൈലബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറയും. അതും ഡീൽ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ. കാരണം മാനേജറാണ് ആ കമ്പനീന്റെ ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളെന്ന് പറയും. സോ ഒബ്വിയസ് ആയിട്ടും അയാളുടെ ഡ്യൂട്ടിയാണ് ഈ ഒരു കാര്യം എന്ന് പറയും. സോ അതാണ് നമ്മുടെ തേർഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് കോൺഫ്ലിക്റ്റ് ഓവർ ടെക്നിക്കൽ, എക്കണോമിക് ആൻഡ് ടൈം ഫാക്ടേഴ്സ് സച്ച് ആസ് കോസ്റ്റ്, ടൈം ആൻഡ് പെർഫോമൻസ് ലെവൽ. അത് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. അതായത് നമ്മുടെ ടെക്നിക്കൽ വൈസും അതുപോലെ തന്നെ എക്കണോമിക് വൈസും ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ്. ഇപ്പോൾ ഒരു കമ്പനി ആകുമ്പോൾ അത് സാധാരണയായിട്ടും ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. ടെക്നിക്കൽ വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇക്കണോമിക്കലിയും പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു നാലാമത്തെ കേസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ വൈസും അതുപോലെ തന്നെ ഇക്കണോമിക് വൈസും റിലേറ്റഡ് ആയിട്ട് അറൈസ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്. അപ്പൊ അതും റിസോൾവ് ചെയ്യേണ്ടത് ആര് തന്നെയാണ്? നമ്മുടെ മാനേജേഴ്സ് തന്നെയാണ് അല്ലേ. Then the fifth one is conflict arising in administration such as authority, responsibility, accountability and logistics required. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, അതാണ് ആ ഫിഫ്ത്ത് കേസ് എന്ന് പറയുന്നത്. കോൺഫ്ലിക്ട് അറൈസിങ് ഇൻ അഡ്മിനിസ്ട്രേഷൻ സച്ച് ആസ് ഫോർ എക്സാമ്പിൾ ആയിട്ട് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ്. ഓക്കെ, അതാണ് അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് വൺ ഈസ് കോൺഫ്ലിക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി, ഹ്യൂമൻ സൈക്കോളജി ആൻഡ് ഈഗോ പ്രോബ്ലംസ്. ഇതൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്റേഴ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. ഒബ്വിയസ് ആയിട്ടും എന്തുണ്ടാവും? ഒരു കമ്പനി ആകുമ്പോൾ അവിടെ ഈഗോ മസ്റ്റ് ആയിട്ട് ഉണ്ടാവും അല്ലെ. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാണല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇൻഡിവിജ്വൽ ഈഗോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും, പ്രോബ്ലംസും ഉണ്ടാവും അല്ലെ. അങ്ങനെ അറൈസ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺഫ്ലിക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി, ഹ്യൂമൻ സൈക്കോളജി ആൻഡ് ഈഗോ പ്രോബ്ലംസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതാണ് സിക്സ്ത് വൺ എന്ന് പറയുന്നത്. ദെൻ ദ സെവൻത് വൺ ഈസ് കോൺഫ്ലിക്റ്റ് ഓവർ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇറ്റ്സ് ഡീവിയേഷൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനി ആകുമ്പോൾ എന്തുണ്ടാവും? കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. പക്ഷേ ചില സമയം എന്ത് സംഭവിക്കാം? അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രോബ്ലംസ് അവിടെ അറൈസ് ചെയ്ത് വരും അല്ലെ. അപ്പൊ അതിനെ കംപ്ലീറ്റും ഡീൽ ചെയ്യേണ്ടത് ആരാണ്? ആ കമ്പനീന്റെ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണത്. സോ അതാണ് നമ്മുടെ സെവൻത്ത് കേസ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, അതായത് എക്സ്പെൻഡിച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയോ കൂടുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ റിസൾട്ടന്റ് ആയിട്ട് ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ് ആണ് ആ സെവൻത്ത് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടും ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഒരു മാനേജർ ആയിട്ട് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ആസ് എ മാനേജർ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ? വെൻ യു ഗൈസ് ബിക്കം എ മാനേജർ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മാനേജർ പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട് ദാറ്റ് യു ഹാവ് ടു ഫേസ് ഇൻ യുവർ കമ്പനി. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മെയിൻ ആയിട്ടും 7 എണ്ണമാണ് വരുന്നത്. ഓക്കെ അല്ലേ?
ഓക്കെ ആണോ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ 4 ആൾക്ക് മാത്രമേ റെസ്പോൺസിലും ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഇല്ലേ? 4 പേര് മാത്രമല്ലേ റിപ്ലൈ ചെയ്യുന്നതാണെന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നുമില്ലേ? മനസ്സിലായോ മനസ്സിലായില്ല ഒന്നുമില്ലേ? Okay then. So that is about different types of conflicts. Okay. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ കോൺഫ്ലിക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. അതായത് ഇപ്പം കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം? മസ്റ്റായിട്ടും അതിനെ സോൾവ് ചെയ്യണ്ടേ അല്ലെ? അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ടാണ് ആ ഒരു ഹെഡിങ് വന്നത്, മാനേജിങ് കോൺഫ്ലിക്ട്സ്. അതല്ലേ നമ്മുടെ ടോപ്പിക്കിന്റെ നെയിം എന്ന് പറയുന്നത് അല്ലെ? അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ കോൺഫ്ലിക്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. മോസ്റ്റ് ഓഫ് ദി കോൺഫ്ലിക്ട്സ് ക്യാൻ ബി റിസോൾവ് ബൈ ഫോളോയിങ് ദി പ്രിൻസിപ്പിൾസ് ലിസ്റ്റഡ് ഹിയർ. ഓക്കെ, അതായത് ഇതുപോലെയുള്ള പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പൊ ഇതുപോലെയുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ടും 4 ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ഫസ്റ്റ് വൺ ഈസ് പീപ്പിൾ. So I will read first. Separate people from the problem. It implies that the views of all concerned should be obtained. The questions such as what, why, and when the error was committed is more important than to know who committed it. This impersonal approach will lead to not only early solution but also others will be prevented from committing errors. Okay, അപ്പം നമുക്ക് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതാണ് എന്ത്? പീപ്പിൾ എന്ന് പറയുന്ന കാര്യം. അപ്പൊ അതെന്താണ് ആക്ച്വലി മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു കമ്പനി നമ്മൾ നോക്കുക, ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെന്ന് സപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നു അല്ലെ? അപ്പോൾ ആസ് എ മാനേജർ എന്ന നിലയിൽ നമ്മളാണത് സോൾവ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്കാണ് അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വേണം? ഒരിക്കലും നമ്മൾ എങ്ങനെ ചെയ്യാൻ പാടില്ല, ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കും ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്നായിരിക്കും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ വിളിച്ചിട്ട്, ആ ഒരു പേഴ്സണിനെ വിളിച്ചിട്ട് ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് ഒരിക്കലും അയാളോട് നമ്മൾ മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഈ ഗ്രൂപ്പിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് നമ്മൾ ഒരിക്കലും ഇംപേഴ്സണൽ ആയിട്ടുള്ള അപ്രോച്ച് നടത്താൻ പാടില്ല. പേഴ്സണൽ ആയിട്ടുള്ള അപ്രോച്ച് നടത്താൻ പാടില്ല. ഓക്കെ, നമ്മൾ എപ്പോഴും എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇൻഡിവിജ്വലി അയാളെ കോൾ ചെയ്യുക, എന്നിട്ട് അയാളോട് കാര്യങ്ങൾ അന്വേഷിക്കുക. അതായത് എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത്. ഓക്കെ, അതായത് ഇൻ ദ സെൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ ഒരു വ്യക്തിനെ കൂടുതലായിട്ടും ബ്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ എങ്ങനെ ചോദിക്കണം? എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ആ രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ആ പേഴ്സണെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്നാണ് ആ ഒരു പോയിന്റ് ആക്ച്വലി മീൻ ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും നമ്മൾ പേഴ്സണൽ അപ്രോച്ച് നടത്താൻ പാടില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കമ്പനി ആകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ആൾക്കാരുടെ നടുവിൽ വെച്ചിട്ട് ആ ഒരു വ്യക്തിനെ നമ്മൾ ഒരിക്കലും ഹറാസ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതെന്ന് പറയുന്നത് തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, വളരെ എത്തിക്കലി റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ഇംപേഴ്സണൽ ആയിട്ടുള്ള അപ്രോച്ച് ആണ് നടത്തേണ്ടത്. ഓക്കെ, അതായത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് തുടങ്ങിയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. Okay, the questions such as what, why, and when the error was committed is more important than to know who committed it. Okay, അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, അതാണ് ആദ്യത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? നമ്മൾ ഡിഫറെന്റ് ഓക്കെ ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയണേ നിങ്ങൾ. എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് അത് കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുള്ള കാര്യം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി.
ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട ആദ്യത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കാര്യം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കൂടുതലായിട്ടും പേഴ്സണൽ അപ്രോച്ച് നടത്താൻ പാടില്ല. ഇംപേഴ്സണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇൻട്രസ്റ്റ്. Focus must be only on interest, that is, the ethical attitudes or motives, and not on the positions. Mutual interest must be respected to a maximum level. What is right is more important than who is right. ഓക്കെ, അപ്പൊ അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഇപ്പം ഞാനൊരു മാനേജറാണെന്ന് വിചാരിക്കാം, ഞാനൊരു കമ്പനിയുടെ മാനേജറാണെന്ന് വിചാരിക്കാം. അപ്പൊ ചിലപ്പോ ആ കമ്പനിയിൽ നിന്നുണ്ടാവും ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, എഫിഷ്യന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ചിലപ്പോൾ ആ ആൾക്കാരുണ്ടാവാം, ഒബ്വിയസ് ആയിട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു മാനേജർ എന്ന നിലയിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ഞാൻ അവർക്ക് അധികം പ്രയോറിറ്റി കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരോട് കുറച്ച് പേഴ്സണൽ ഇൻട്രസ്റ്റ് എനിക്ക് കൂടുതലുണ്ടാവും അല്ലെ. കാരണം അവർ നല്ല രീതിയിൽ എന്ത് വർക്ക് കൊടുത്താലും അവരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഒരു വിശ്വാസം എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ അവർക്ക് എനിക്ക് ചിലപ്പോൾ അവരോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, ഇനി അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഇതുപോലെയുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന വിചാരിക്കാം അല്ലെ. അപ്പൊ ഞാൻ ഒബ്വിയസ് ആയിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, എനിക്ക് ആ ഒരു വ്യക്തിയോട് നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ, പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരെ മാക്സിമൈസ്, അതായത് അവരെ മാക്സിമം ആ ഒരു പ്രശ്നത്തിൽ നിന്ന് സേവ് ചെയ്ത് നിർത്താനുള്ള ഒരു ടെൻഡൻസി ചിലപ്പോൾ എനിക്ക് ഒബ്വിയസ് ആയിട്ടും ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മസ്റ്റ് ആയിട്ടും ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം അല്ലെ. കാരണം എനിക്ക് അവരോടൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ആ ഒരു രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലിക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം, എത്തിക്കലി റൈറ്റ് ആയിരിക്കണം. നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ദ എത്തിക്കൽ ആറ്റിറ്റ്യൂഡ്സ് ഓർ മോട്ടീവ്സ് ആൻഡ് നോട്ട് ഓൺ ദി പൊസിഷൻസ്. ആ വ്യക്തിയുടെ പൊസിഷനെയോ അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റിനോ ആയിരിക്കരുത് നമ്മൾ ഒരിക്കലും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമ്മുടെ ഓർഗനൈസേഷൻ ഒരു ഗോൾ ഉണ്ട് അല്ലെ. ആ ഓർഗനൈസേഷണൽ ഗോൾ ആയിരിക്കണം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എപ്പോഴും കമ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങൾ അതിപ്പോ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും, നമുക്ക് പേഴ്സണലി അടുപ്പമുള്ള ആളായാലും കൂടി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ പേഴ്സണെ സേവ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് ഒരിക്കലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. എത്തിക്കൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മൾ അവിടെ എടുക്കേണ്ടത്. അതാണ് ആ ഒരു രണ്ടാമത്തെ പോയിന്റ് ആക്ച്വലി മീൻ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് റൈറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹു ഈസ് റൈറ്റ്. ആ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആൾക്കാർക്കല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, എന്താണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോളാണല്ലേ. അപ്പൊ ആ ഓർഗനൈസേഷൻ ആയിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലാതെ പെർട്ടിക്കുലർ വ്യക്തികൾക്കല്ല നമ്മൾ ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് വൺ. Okay, then third one is options. So generate various options as solutions to the problem. This helps a manager to try the next best solution should the first one fails. Decision on alternate solutions can be taken more easily and without loss of time. Okay, അതൊന്നുമില്ല. അതിപ്പോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാനേജർ എന്ന നിലയിൽ നമ്മളാണ് അത് സോൾവ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് വേണം, അതിന് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഒപ്പീനിയൻസ് കളക്ട് ചെയ്യണം. അതായത് ഇപ്പം ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ എല്ലാ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ പല രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എപ്പോഴും നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് ഓരോ ആൾക്കാർക്കും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും. ആ എല്ലാ ഓപ്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം അല്ലെ. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല, അത് ഫെയിൽ ആയി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കയ്യിൽ എന്ത് വേണം, ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറൊരു സൊല്യൂഷൻ കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് ആ കോൺഫ്ലിക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വാരിയസ് ഓപ്ഷൻസ് നമ്മൾ എപ്പോഴും കളക്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്കത് ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റിനെ എടുത്ത്
നെക്സ്റ്റ് സൊല്യൂഷൻ നമുക്ക് എടുത്തിട്ട് ആ കോൺഫ്ലിക്റ്റിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി തേർഡ് വൺ, ഓപ്ഷൻസ് എന്ന് പറയുന്ന കാര്യം. ദെൻ ഫോർത്ത് വൺ ഈസ് ഇവാലുവേഷൻ. The evaluation of the results should be based on some specified objectives such as efficiency, quality, and customer satisfaction. More important is that the means, not only the goals, should be ethical. ഓക്കെ, അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇതുപോലെയുള്ള പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? It should be based on some specified objectives such as efficiency, quality, and customer satisfaction. Okay, നമ്മൾ നേരത്തെ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഗനൈസേഷന്റെ ഗോളിനായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെ? അത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തുകൂടെ ചെയ്യണം? നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും കൂടെ എപ്പോഴും എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതായത് ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എഫിഷ്യൻസി, ക്വാളിറ്റി, അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ. അപ്പൊ അതിനെ കൂടെ നമ്മളൊന്ന് കൺസേൺ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, ഓർഗനൈസേഷന്റെ ഗോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തുകൂടെ വേണം? നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും കൂടെ നമ്മൾ നല്ല എത്തിക്കലായിട്ട് നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം ഒരു മാനേജർ എന്ന നിലയിൽ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോൺഫ്ലിക്റ്റിനെ നമ്മൾ മാനേജ് ചെയ്യാൻ ട്രൈ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നാലാമത്തെ കാര്യം പറയുന്നത്, ഇവാലുവേഷൻ എന്നുള്ള കാര്യം. സോ ഈ നാലെണ്ണാണ് നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതായത് ആസ് എ മാനേജർ എന്ന നിലയിൽ നിങ്ങളൊരു കോൺഫ്ലിക്റ്റിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള 4 കാര്യങ്ങൾ, 4 പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 1 ഈസ് പീപ്പിൾ, സെക്കൻഡ് 1 ഈസ് ഇൻട്രസ്റ്റ്, തേർഡ് 1 ഈസ് ഓപ്ഷൻസ്, ആൻഡ് ഫോർത്ത് 1 ഈസ് ഇവാലുവേഷൻസ്. ഓക്കെ ആണോ 4 കാര്യങ്ങൾ? 4 പോയിന്റ്സ് ക്ലിയർ ആയ? ഐഡിയ കിട്ടി അതെന്താ മീൻ ചെയ്യുന്നത്? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പറയണേ, ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, സോ അത്രയാണ് മാനേജിങ് കോൺഫ്ലിക്റ്റ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് എന്താണ് കോൺഫ്ലിക്റ്റ് എന്നുള്ള കാര്യം, പിന്നെ ഒരു മാനേജർ എന്ന നിലയിൽ എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, പിന്നെയോ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ നമുക്ക് മെയിൻ ആയിട്ടും ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് മൂവ് ചെയ്തൂടെ, കണ്ടിന്യൂ ചെയ്തൂടെ? ഓക്കെ അല്ലേ? ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമ്മൾ എഞ്ചിനീയേഴ്സ് ആസ് മാനേജേഴ്സ് എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, സോ നോക്കുക, ദി കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് ഡിഫർ ഫ്രം salaried engineers of an organization. They work in private and are paid per advice they offer or for the service they provide. There is no salary from the employers, but they charge fees from the sponsor and they have more freedom to decide on their projects. Okay, so what is a consulting engineer? അല്ലെ ആരാണ്, who is a consulting engineer? അതാണ് ആ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കൺസൾട്ടിങ് എന്നുള്ളൊരു വേർഡ്, അല്ലെ? നമ്മളിപ്പം ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാന്ന് പറയുന്നില്ലേ, കൺസൾട്ട് ചെയ്യാൻ പോവാറില്ല നമ്മളെല്ലാവരും, അല്ലെ? അതായത് നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ പോകും, അല്ലെ? സോ ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സും അതേ രീതിയിലുള്ള ഒരു മീനിങ് തന്നെയാണ്. അതായത് എന്താണ്, നമുക്കിപ്പം നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആൾക്കാരെ നമ്മൾ കൺസൾട്ട് ചെയ്യുക, അല്ലെ? അല്ലെങ്കിൽ അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും ചെയ്യുക. നമുക്ക് അസുഖം വരുമ്പോഴാണ് നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ ആരുടെയെങ്കിലും, അതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്ന ആരുടെയെങ്കിലും ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അഡ്വൈസ് നമ്മൾ കൺസൾട്ട് ചെയ്യാറുണ്ട്, അല്ലെ? അതുപോലെ തന്നെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം
എഞ്ചിനീയറിംഗ് കമ്പനീസ് ഒരുപാടുണ്ട് അല്ലേ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻസ് ഒരുപാടുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യാറുണ്ട്? ഇപ്പം ആ ഒരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാൽ അവിടെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഫീൽഡുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ മാത്രമായിരിക്കും അല്ലെ. അതായത് ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആണെങ്കിൽ ആ സോഫ്റ്റ്വെയറിനെ പറ്റി നന്നായിട്ട് അറിയുന്ന എഞ്ചിനീയേഴ്സ് ആയിരിക്കും അവിടെ മെയിൻ ആയിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ കൂടെ തന്നെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടെ ഒരു എക്സ്ട്രാ ഹെൽപ്പ് വേണമെങ്കിൽ, അതായത് ബാക്കിയുള്ള ഒരു എക്സ്ട്രാ അഡ്വൈസ്, അതായത് കുറച്ചും കൂടെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, ആ ഒരു ഫീൽഡുമായിട്ട് കുറച്ചും കൂടെ എക്സ്ട്രാ കുറച്ച് നോളജ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരുടെയെങ്കിലും അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യും, വേറൊരാൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരാളെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. ആരായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യും? ഈ കൺസൾട്ടിങ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ആക്ച്വലി കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കിപ്പം നമ്മുടെ കമ്പനിക്ക് ഒരു എക്സ്ട്രാ, നമ്മുടെ കമ്പനിയുടെ ഡെവലപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ കാര്യങ്ങൾ, എക്സ്ട്രാ അഡ്വൈസോ അല്ലെങ്കിൽ എക്സ്ട്രാ നോളജോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആളെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അതാണ് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ നോർമൽ സാലറീഡ് എഞ്ചിനീയേഴ്സിന് ഡിഫറെന്റ് ആണ് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ്. Okay, so the consulting engineers differ from the salaried engineers of an organization. They work in private and are paid per advice they offer or for the service they provide. There is no salary from the employers, but they charge fees from the sponsor and they have more freedom to decide on their projects. അപ്പൊ ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ്, അത് ഒട്ടുമിക്ക എല്ലാ ഫേം അല്ലെങ്കിൽ കമ്പനീസ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് ഉള്ള ഒരു പോസ്റ്റ്. ഓക്കെ, അപ്പൊ അവരെന്താണ് ആക്ച്വലി അവർ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പം കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ പ്രൊജക്റ്റോ അല്ലെങ്കിൽ വർക്കോ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് ഉള്ള സർവീസ് കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ അവരുടെ ആ പ്രൊജക്ടിനെ എങ്ങനെ സൊസൈറ്റിയിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റും, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് ആണ്. ഓക്കെ, അവരെപ്പോഴും എന്താണ്, പ്രൈവറ്റ് ആയിട്ടാണ് അവരെപ്പോഴും വർക്ക് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യില്ല, അവർക്ക് ബാക്കിയുള്ള എഞ്ചിനീയേഴ്സിനെ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഒരു സാലറി ഉണ്ടാവില്ല. ഓക്കെ, അതായത് നമ്മൾ നോർമൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഇല്ലേ, കമ്പനിയിൽ റെഗുലർ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എഞ്ചിനീയേഴ്സ് ഇല്ലേ, അവരാണ് നമ്മുടെ സാലറീഡ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരെ പോലെ കറക്റ്റ് ആയിട്ട് ഒരു സാലറിന്റെ ബേസിലായിരിക്കില്ല ഈ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവരെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ അവരെന്ത് സർവീസ് ആണോ കമ്പനിക്ക് കൊടുക്കുന്നത് അതിന്റെ ബേസിസിൽ അവരൊരു ഫീസ് പറയും. ആ ഫീസാണ് അവർ കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് അവർ അപ്പോയിന്റ്മെന്റ് ചെയ്ത ആളുണ്ടാവില്ലേ, അവരെ സ്പോൺസർ ചെയ്ത ആളുണ്ടാവില്ലേ, ആ സ്പോൺസർ എന്ത് ചെയ്യും, അവർക്ക് അതിൻ്റെതായ ബേസിലുള്ള ഫീസ് കൊടുക്കും. അങ്ങനെയാണ് യൂഷ്വലി നമ്മൾ എപ്പോഴും ചെയ്യാറ്. അല്ലാണ്ട് അവർക്ക് എന്ത് ചെയ്യില്ല, ഒരു പെർട്ടിക്കുലർ സാലറിയോ അങ്ങനെയൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതാണ് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതിന്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് എന്തുണ്ട്, കുറച്ചുകൂടെ എക്സ്ട്രാ ഫ്രീഡം ഉണ്ട്. അവർ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ഫ്രീഡം ഉള്ള ആൾക്കാരാണ് ഈ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, നമ്മളെ നോർമൽ എഞ്ചിനീയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതാണ് ബേസിക്കലി കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായില്ലേ? കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്താന്ന് പിടി കിട്ടിയോ? കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ അതാണ് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. നമ്മളിപ്പോ അല്ലാതെ നോർമൽ എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിനുള്ള മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമുക്കിനി ഇവിടെ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. നാല് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ 4 റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഐ തിങ്ക് നമ്മൾ ടൈം ഓൾറെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ. ഇന്ന് കണ്ടിന്യൂ ചെയ്യണോ അതോ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ഓക്കെ. അപ്പൊ ഈ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോലെ നാളത്തേക്ക് വരുമ്പോഴേക്കും ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാന്നുള്ള കാര്യം മറന്നു പോവോ? ഓക്കെ, ശരി.